السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد نصركم الله ببدر وأنتم أذلة فاتقوا الله لعلكم تشكرون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. والذي نفس محمد بيده لا يقاتلهم اليوم رجل صابرا محتسبا غير مدبر إلا أدخله الجنة. صدق رسول الله. اللهم صل وسلم وبارك عليه. ندعوكم يا أهل بدر إننا فيما ترون من المشقة والعنى لا سيما الدين المدنس عرضنا فارثوا لنا واستنقذوا رضي الله عنكم وزدنا همة يا الله. يا أهل بدر إننا في حيرة مما جنينا من جموم جريرتي لسنا نرى أحدا يجيء بنصرتي فاستغفروا لذنوبنا رضي الله عنكم وسن إيماننا يا الله. اللهم صل وسلم وبارك على سيدنا محمد وعلى جميع الأنبياء والمرسلين والحمد لله رب العالمين. ബഹുമാനികളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അവന്റെ മഹാന്മാരായ ബദരീങ്ങളെ സംബന്ധിച്ചുള്ള മദ്ഹുകൾ പറയുന്ന രണ്ടാമത്തെ പ്രഭാഷണമാണ് ഇത്. എത്ര പറഞ്ഞാലും നമ്മളെ കൊണ്ട് തീർക്കാൻ കഴിയാത്ത അത്രയും പോരിശകളുള്ള ബദരീങ്ങളുടെ മഹത്വം ഒരൽപ്പമെങ്കിലും പറഞ്ഞ് ബറക്കത്തെടുക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നലെ നാം പറഞ്ഞു വെച്ചത് ബദർ ഉണ്ടാവാനുള്ള കാരണമായിരുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബികളെയും പീഡിപ്പിക്കുകയും അതിൽ ഉന്മാദവും സന്തോഷവും കണ്ടെത്തുകയും പലരെയും കൊന്നുകളയുകയും പട്ടിണിക്കിടയുകയും സമ്പത്തും മുതലും കൊള്ളയടിക്കുകയും അതേപോലെ എല്ലാ നിലക്കും പീഡിപ്പിച്ച് അവസാനം ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെത്തിയപ്പോൾ അതിന്റെ സാഹചര്യം ഇന്നലെ നാം സൂചിപ്പിച്ചു.
ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 70 ആളുകളുള്ള ഒരു സംഘം മക്കയിൽ വരികയും അവർ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിക്കുകയും ചെയ്തപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവർ മദീനയിലേക്ക് ക്ഷണിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പലായനം വരുമ്പോൾ ആ സമയത്ത് ശത്രുക്കളുടെ അതിക്രമങ്ങൾ എല്ലാവിധ അതിരുകളും ലംഘിച്ച് അവസാന കടമ്പയായി മുഹമ്മദിന്റെ ഭൂമുഖത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യുക എന്ന ആശയത്തിലേക്കെത്തി എല്ലാ കുടുംബങ്ങളും യോജിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വകവരുത്താനുള്ള ശ്രമം നടത്തുന്നതിന്റെ ഇടയിലാണ് മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പലായനം സംഭവിക്കുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറപ്പെടുമ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിധിപ്പിൽ ശത്രുക്കളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി പുതപ്പിട്ട് മൂടിക്കിടക്കുകയാണ്. ഏതായിരുന്നാലും അങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലെത്തി. അവിടെയും യാതൊരു സ്വൈര്യവും കൊടുക്കില്ല എന്ന് ഇവർ തീരുമാനമെടുത്തു. അങ്ങനെ മദീനയിലുള്ള മുനാഫിക്കുകളെയും കൂട്ടിപ്പിടിച്ച് വ്യത്യസ്തങ്ങളായ രൂപത്തിൽ ശല്യം അവിടെയും തുടരുകയും മദീന നിവാസികളുടെ തോട്ടങ്ങളും സമ്പത്തും നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയെത്തിയപ്പോൾ മക്കക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കച്ചവട സംഘങ്ങളുടെ യാത്രകൾ മദീന നിവാസികൾ അതിനെ തടയാൻ നിർബന്ധിതരായി. യമനിലേക്കും ഷാമിലേക്കുമുള്ള കച്ചവട സംഘങ്ങളുടെ യാത്ര ഈ മദീനയിലൂടെ കടന്നു പോകുമ്പോൾ അത് അവർ തടഞ്ഞാൽ, മദീന നിവാസികൾ തടഞ്ഞാൽ അത് നമുക്ക് വല്ലാത്ത തിരിച്ചടിയാകുമെന്ന് മക്കക്കാർക്കറിയാം. ആ നിലക്ക് തന്നെ അവർ അതിനെ വേണ്ട രൂപത്തിൽ കൂട്ടാക്കാതിരിക്കുകയും അംഗീകരിക്കാതിരിക്കുകയും ആ വഴിയിലൂടെ തന്നെയുള്ള അവരുടെ കച്ചവട യാത്രകൾ തുടരുകയും ചെയ്തു. ആയിടക്കാണ് മക്കയിൽ നിന്ന് വലിയ ഒരു കച്ചവട സംഘം മദീനയുടെ സമീപ പ്രദേശത്തിലൂടെ കച്ചവട സംഘം പുറപ്പെടുന്നുണ്ട് എന്നും അവർ തിരിച്ചു വരുന്നത് വലിയ ലാഭങ്ങളോടുകൂടെ ആയിരിക്കുമെന്നും ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിവരം ലഭിക്കുന്നത്. ആ വിവരം ലഭിച്ചപ്പോൾ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് കൂടിയാലോചന നടത്തി. നമ്മുടെ സമ്പത്തും ഉണ്ടതിൽ, നമുക്ക് അവകാശപ്പെട്ടതുണ്ടതിൽ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം നടത്തിയ മുസ്ലിമീങ്ങളിൽ കോടിപതികളിൽ നിന്ന് സീറോയിലേക്ക് എത്തിയ, ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയ, ഉടുതുടിക്ക് മറുതുടിയില്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേർന്ന സ്വഹാബത്തുണ്ട് എന്ന് ഇന്നലെ നാം അവസാനം കഫൻ ചെയ്യാൻ പോലുമുള്ള വസ്ത്രങ്ങളില്ലാത്ത രൂപത്തിൽ പാപ്പനായി പോയവരുണ്ടായിരുന്നു. അത്രമാത്രം സമ്പാദ്യങ്ങൾ മക്കയിൽ ഉപേക്ഷിച്ചു പോയവർ. നമുക്കതെല്ലാം ഒന്ന് തിരിച്ചെടുക്കാനുള്ള സമയമാണ്. നമ്മുടെ സമ്പത്ത്, നമുക്ക് അർഹതപ്പെട്ടത് തിരിച്ചു വാങ്ങാനുള്ള സന്ദർഭമാണ്. സ്വഹാബത്ത് എല്ലാവരും അതിന് തയ്യാറായി. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഒരു ചെറു സംഘവും അതിനുവേണ്ടി യാത്ര തിരിക്കുകയാണ്. അങ്ങനെ ഈ വിവരം ലഭിച്ച അബൂ സുഫിയാന്റെ നേതൃത്വത്തിലാണ് കച്ചവട സംഘം വരുന്നത്. അബൂ സുഫിയാൻ തന്റെ കച്ചവട സംഘത്തെ വഴി തിരിച്ചു വിടുകയും ഉടൻ തന്നെ മക്കയിലേക്ക് വിവരമറിയിക്കുകയും ചെയ്തു. മദീനക്കാർ, മുസ്ലിമീങ്ങൾ നമ്മുടെ കച്ചവട സംഘത്തെ കൊള്ളയടിക്കാൻ സാധ്യതയുണ്ട് എന്ന് മക്കയിലേക്ക് വിവരം നൽകുകയും അതറിഞ്ഞ ഉടനെ തന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വലിയ ഒരു സന്നാഹം
1000 വരുന്ന ഒട്ടകങ്ങളോടുകൂടെ 1000 വരുന്ന മനുഷ്യർ എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടെ പുറപ്പെടാനിരിക്കുകയാണ്. അപ്പോഴാണ് അബൂ സുഫിയാന്റെ കച്ചവട സംഘം യാതൊരു പ്രയാസങ്ങളും ഇല്ലാതെ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന വിവരം മക്കയിലെത്തുന്നത്. അപ്പൊ അബൂ സുഫിയാൻ അടക്കമുള്ള എല്ലാവരും പറഞ്ഞു, ഇനി വേണ്ടല്ലോ, നമ്മുടെ കച്ചവട സംഘത്തിന് യാതൊരു പ്രയാസവും ഇല്ലാതെ ഇവിടേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഒരു അക്രമത്തിന്റെ രക്തച്ചൊരിച്ചിലിന്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അബൂജഹലിന്റെ ധിക്കാരമായിരുന്നു പിന്നീട് യുദ്ധത്തിലേക്ക് നയിച്ചത്. അബൂജഹൽ പറഞ്ഞു, പറ്റൂല, പോകണം മദീനയിലേക്ക്. അവിടെ ചെന്ന് 3 ദിവസം നാം നമ്മുടെ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തണം. നമ്മുടെ ആഘോഷം കണ്ടിട്ട് മദീനക്കാർ ഞെട്ടിവിറക്കണം. ഇനിയൊരിക്കലും ഈ രൂപത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് അവർക്ക് ധൈര്യം വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അബൂജഹലിന്റെ നേതൃത്വത്തിൽ 1000 വരുന്ന ഒരു സൈന്യം സർവസജ്ജരായിക്കൊണ്ട്, എല്ലാ നിലക്കും സന്നദ്ധരായിക്കൊണ്ട് മദീനയിലേക്ക് പുറപ്പെടുകയാണ്. ഈ വിവരമാണ് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിക്കുന്നത്. തന്റെ കൂടെയുള്ളവരും കേവലം 313 മാത്രം വരുന്ന സ്വഹാബത്തിന്റെ കയ്യിൽ, സൈന്യത്തിന്റെ കയ്യിൽ ആയുധങ്ങളില്ല, കുതിരകൾ വേണ്ട രൂപത്തിലില്ല. വെറും 5 കുതിരകൾ മാത്രം, വളരെ തുച്ഛമായ വിരലിലെണ്ണാകുന്ന ഒട്ടകങ്ങൾ മാത്രം, ആയുധങ്ങൾ കയ്യിലുള്ളത് വളരെ തുച്ഛം മാത്രം. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, മക്കളെ, സ്വഹാബത്തെ, എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മളെ ആക്രമിക്കാൻ വേണ്ടി മക്കയിൽ നിന്ന് മദീനയിലേക്ക് വലിയൊരു സംഘം വരുന്നുണ്ട്, നാം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ സ്വഹാബത്ത് പറയുന്നു, ഓ നബിയേ, വല്ലാഹി ലാ നഖൂലു ലക കമാ ഖാല ഖൗമു മൂസാ ലിമൂസാ ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹുനാ ഖായിദൂൻ. ഓ നബിയേ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനങ്ങൾ മൂസാ നബിയോട് പറഞ്ഞതുപോലെ ഒരിക്കലും ഞങ്ങൾ പറയൂല. മൂസാ നബിയുടെ ജനത ബനൂ ഇസ്രായേലികൾ മൂസാ നബിയോട് പറഞ്ഞില്ലേ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോളൂ, ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് എന്ന് മൂസാ നബിയോട് മൂസാ നബിയുടെ സമൂഹം പറഞ്ഞതുപോലെ മുത്തുനബിയേ, അങ്ങയോട് ഞങ്ങൾ പറയൂല. വലകിൻ നഖൂലു ഇന്നാ മഅകും മുഖാതിലൂൻ, ഞങ്ങൾ അങ്ങയോടുകൂടെ എല്ലാത്തിനും തയ്യാറാണ് നബിയേ, യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് നബിയേ. വല്ലാഹി ലനഖതുലന്ന അൻ യമീനിക വശിമാലിക വമിൻ ബൈനി യദൈക. ഓ നബിയേ, അങ്ങയുടെ വലത്തും ഇടത്തും മുന്നിലും പിന്നിലും മാറി മാറി ഞങ്ങൾ യുദ്ധം ചെയ്യും നബിയേ. അങ്ങാനും ഞങ്ങളെയും കൊണ്ട് ഒരു സമുദ്രത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചാൽ ഞങ്ങളും ഇറങ്ങും നബിയേ. ഒരു പർവ്വതത്തിന്റെ മുകളിലേക്ക് ഞങ്ങളെയും കൊണ്ട് അങ്ങ് കയറാൻ ഉദ്ദേശിച്ചാൽ ഒരു സങ്കോചവും കൂടാതെ, ഒരു യാതൊരു മടിയും കൂടാതെ അങ്ങയുടെ കൂടെ ഞങ്ങളും പർവ്വതത്തിലേക്ക് കയറാൻ തയ്യാറാണ് നബിയേ. എല്ലാ സ്വഹാബികളും തയ്യാറാണ്. എല്ലാവരെയും അല്ലാഹുവിന്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിൽ യുദ്ധത്തിന് കൊണ്ടുപോയിട്ടില്ലല്ലോ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്തയാളല്ല. പക്ഷേ ബദരീങ്ങളിൽപ്പെട്ട മഹാനാണ്. കാരണം പല കാരണങ്ങളെ കൊണ്ടും പല കാര്യങ്ങൾക്ക് വേണ്ടിയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിർത്തിയ സ്വഹാബികളുണ്ട്. രോഗം കൊണ്ട് പോകാൻ കഴിയാത്തവരുണ്ട്, പ്രായാധിക്യം കൊണ്ട് പോകാൻ കഴിയാത്തവരുണ്ട്, ചെറിയ കുട്ടികളുണ്ട്. അവരെയൊന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിൽ പങ്കെടുപ്പിച്ചിട്ടില്ല. എന്നാലും ഒരു ഹദീസിൽ കാണാമല്ലോ,
ഓ സഹാബത്തെ, യുദ്ധത്തിന് പോകുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഇന്ന ബിൽ മദീനത്തി ലരിജാൽ, മദീനയിൽ കുറെ ആളുകളുണ്ട്. നിങ്ങളേതെല്ലാം ചെരുവുകൾ, മലഞ്ചെരുവുകൾ നിങ്ങൾ മുറിച്ചു കടന്നാലും, നിങ്ങൾ എവിടെയെല്ലാം സഞ്ചരിച്ചാലും അവർക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് പോലെയുള്ള പ്രതിഫലം ലഭിക്കുന്നുണ്ട്. അവര് മദീനയിലായിരിക്കെ പോലും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് തുല്യമായ പ്രതിഫലവും അവർക്കും ലഭിക്കുന്നുണ്ട്. കാരണം അവരെ തടഞ്ഞു വെച്ചിരിക്കുന്നത് ഉയർവുകളാണ്. അവർക്ക് കാരണമുള്ളത് കൊണ്ട് പോരാത്തതാണ്. എല്ലാ സ്വഹാബത്തും പോകാൻ തയ്യാറാണ്. വളരെ ചെറുപ്പക്കാരായ കുട്ടികൾ പോലും യുദ്ധത്തിന് പോരണ്ടെന്ന് റസൂലുള്ള പറഞ്ഞപ്പോൾ കരഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും സ്വന്തം ജീവൻ പോലും ഈ ദീനിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായവരാണ്. എങ്ങനെ തയ്യാറാകാതിരിക്കും? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, എല്ലാ നിലക്കും ശത്രുക്കളെ ആക്രമിക്കാനും വെട്ടിക്കൊല്ലാനും വകവരുത്താനും വേണ്ടി അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലായനത്തിൽ ഒരുങ്ങിയപ്പോൾ, അന്ന് മുത്തുനബിയുടെ വീട് വളർന്നിട്ട് മുത്തുനബിയെ കൊല്ലാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ, ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മുത്തുനബിക്ക് പകരമായി ആ വിരുപ്പിൽ കിടക്കുന്നു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി മദീനയിലേക്ക് പോകുന്നു. അലിയാർ തങ്ങൾക്കറിയാം, ഞാൻ ഏറ്റെടുക്കുന്നത് ജീവൻ പണയം വെച്ചുള്ള സംഗതിയാണ്. കാരണം മുത്തുനബിയാണെന്ന് വെച്ചിട്ട് എന്റെ കഴുത്തിലേക്ക് ഒരു പക്ഷേ അവരുടെ വാളുകൾ വന്നുകൂടായികയില്ലല്ലോ. എന്നാലും എന്റെ ഹബീബായ മുത്തുനബിയല്ലേ, അവിടുത്തേക്ക് സലാം ഉണ്ടാകണം, അവിടുത്തേക്ക് രക്ഷയുണ്ടാകണം. എന്റെ ജീവൻ അവിടുത്തെ ജീവനോളം വരൂലല്ലോ, എന്റെ രക്തം അവിടുത്തെ രക്തത്തിന്റെ നാലായിരത്തെത്തൂലല്ലോ. അതുകൊണ്ട് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മുത്തുനബിക്ക് പകരമായി ആ വിരിപ്പിൽ കിടക്കുന്നു. അങ്ങനെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി എന്തും കൊടുക്കാൻ, ജീവൻ പോലും സമർപ്പിക്കാൻ തയ്യാറായ സ്വഹാബത്ത് അവര് ബദർ യുദ്ധത്തിലേക്ക് പോകണമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെടുന്നു. നബിയെ, അങ്ങയുടെ മനസ്സ് പറയുന്നത് യുദ്ധം ചെയ്യണമെന്നാണെങ്കിൽ ബനൂ ഇസ്രായേലുകൾ പറഞ്ഞ് മാറി നിന്നതുപോലെ ഞങ്ങൾ മാറി നിൽക്കൂല. അങ്ങയുടെ മുന്നിലും പിന്നിലും ഇടത്തും വലത്തും നിന്നുകൊണ്ട് ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് നബിയേ. അതാണ് അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന്റെ തിരുനബിയോടുള്ള സ്നേഹവും ഈ ഈമാനിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ആത്മസമർപ്പണം. ഞാൻ ഈ ബദറിലുള്ള രംഗങ്ങളൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളതൊക്കെ പറഞ്ഞാൽ നമുക്ക് എത്രയോ സമയം പറഞ്ഞാലും ഇത് തീർക്കാനും കഴിയൂല. ഏതായിരുന്നാലും ബദറിൽ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സഹായം നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബദറിൽ സഹായിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തെ ഇറക്കിക്കൊണ്ട് ബദറിൽ സഹായിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ബദരീങ്ങൾക്കുള്ള ഒരു വലിയ പവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മലായികത്തിനെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ബദരീങ്ങളെ സഹായിക്കുന്നു. വലഖദ് നസറകുമുല്ലാഹു ബിബദരി വഅൻതും അദില്ല. ഓ നബിയേ, നിങ്ങളൊന്നുമല്ലാതിരുന്ന സമയത്ത്, നിങ്ങൾ വളരെ ദുർബലരായിരുന്ന സമയത്ത് നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ സഹായിച്ചില്ലേ? ഫത്തഖുല്ലാഹ ലഅല്ലകും തശ്കുറൂൻ. അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ. ഇത് തഖൂലു ലിൽ മലാഇൽ മുഅ്മിനീന അലയ്യകഫിയകും അയ്യുമിദ്ദകും റബ്ബുകും ബിസലാസതി ആലാഫിൻ മിനൽ മലായികതി മുൻസലീൻ. ഓ നബിയേ, നിങ്ങൾ അവിടുത്തെ സഹാബത്തിനോട് പറഞ്ഞില്ലേ, ഓ സഹാബ, ഒരു 3000 മലക്കുകളെ കൊണ്ട് അല്ലാഹു നിങ്ങളെ സഹായിച്ചാൽ പോരെ? ഒരു 3000 മലക്കുകളെ കൊണ്ട്
അല്ലാഹു നിങ്ങളെ സഹായിച്ചാൽ പോരെ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ 1000 മലക്കുകളെ കൊണ്ട് സഹായിച്ചിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം 500 മലക്കുകളെ കൊണ്ട് ഇറങ്ങുന്നു. മീകായിൽ അലൈഹിസ്സലാം 500 മലക്കുകളെയും കൊണ്ട് ഇറങ്ങുന്നു. പിന്നീട് 2000 മലക്കുകൾ കൂടെ ഇറങ്ങി 3000 ആക്കുന്നു. ബലാ ഇൻ തസ്ബിഹു വതത്തഖൂ വയഅതൂകും മിൻ ഫൗരിഹിം മിൻ ഫൗരിഹിം ഹാദാ യുംദിദുകും റബ്ബുകും ബി 5000 മിനൽ മലായികതി മുസവ്വിമീൻ. 5000 മലക്കുകളെയും ഇറക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുന്നു. അതിന്റെ രംഗങ്ങൾ പറയുകയാണെങ്കിൽ വളരെ വിശാലമാണ്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പറയുന്നില്ല. മലക്കുകളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ സൈന്യത്തെ ബദരീങ്ങളെ സഹായിച്ചതാണ്. അതിനൊരു കാരണമുണ്ട്. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ യുദ്ധത്തിന്റെ മുന്നോടിയായി അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. പടച്ചവനേ, ഈ ചെറിയ സംഗമഗാനം ഇവിടെ പരാജയപ്പെട്ടു പോയാൽ പിന്നെ ഭൂമിയുടെ മുകളിൽ നിന്നെ ആരാധിക്കാൻ ആരുമുണ്ടാകൂല റബ്ബേ. അതുകൊണ്ട് ഈ സ്വഹാബത്ത് നീ സംരക്ഷണം നൽകണേ അല്ലാഹ്. ഈ ചെറിയ സംഘത്തെ നീ സഹായിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തു. സുബ്ഹാനല്ലാഹ്. യുദ്ധക്കളത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ പൂർണ്ണമായും അവര് ദുർബലരായി പോയി. 1000 ആളുകളുണ്ടായിട്ടും എല്ലാ നിലക്കും ആർമാദിച്ച് കഴിക്കാൻ ഭക്ഷണങ്ങൾ ഉണ്ടായിട്ടും കൂടെ നിന്ന് നൃത്തം ചെയ്യാൻ പെണ്ണുങ്ങളുണ്ടായിട്ടും ആയുധങ്ങളുണ്ടായിട്ടും കുതിരകളുണ്ടായിട്ടും ഒട്ടകങ്ങളുണ്ടായിട്ടും എല്ലാവിധ ആർഭാടങ്ങളോടും കൂടെ ബദറിന്റെ രണാങ്കളത്തിലേക്ക് കടന്നു വന്ന ശത്രുക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൈന്യത്തെ ഇറക്കിക്കൊണ്ട് മലക്കുകളെ ഇറക്കിക്കൊണ്ട് തറപറ്റിച്ച യുദ്ധമാണ് ബദർ യുദ്ധം കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ കൊണ്ട് മുസ്ലിമീങ്ങളെ സഹായിക്കുന്നു. ഈ കാര്യം നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മയുണ്ടാകണം കേട്ടോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ബദരീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരിശയാണത്. അല്ലാഹു അവന്റെ മലക്കുകളെ കൊണ്ട് ഈ ബദരീങ്ങളെ സഹായിക്കുന്നു. യുദ്ധം കഴിഞ്ഞപ്പോൾ മുസ്ലിമീങ്ങൾക്ക് വല്ലാത്ത വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞു. ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് വല്ലാത്ത വിജയം. ആ സന്തോഷ വാർത്ത മദീനയിലെത്തുന്നു. ബദർ യുദ്ധത്തിൽ തന്നെ അബൂജഹലടക്കമുള്ള വലീദടക്കമുള്ള ഇസ്ലാമിന്റെ ശത്രുക്കളിലെ ഏറ്റവും കിങ്കരന്മാരായ തലതൊട്ടപ്പന്മാരായ ഖുറൈശികളുടെ നേതാക്കൾ മുഴുവനും നിലംപതിച്ചു പോയി. അതോടുകൂടെ തന്നെ അവര് ഛിന്ന ഭിന്നമായി പോയി. മാത്രമല്ല മുസ്ലിമീങ്ങൾക്ക് ആവശ്യത്തിന് വനീമത്തിന്റെ സ്വത്തും ലഭിച്ചു. സന്തോഷം. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ വാഗ്ദാനം ചെയ്തതാണ്. രണ്ടാമതൊരു സൈന്യം, ഒന്നെങ്കിൽ കച്ചവടത്തിന് പോകുന്ന ആ സൈന്യം, അല്ലെങ്കിലോ ഈ യുദ്ധം ചെയ്ത് ആ യുദ്ധക്കളത്തിൽ പിടിക്കുന്ന സൈന്യം. അങ്ങനെ യുദ്ധക്കളത്തിൽ വെച്ച് യുദ്ധം ചെയ്ത് ശത്രുക്കളെ പരാജയപ്പെടുത്തി ആ സൈന്യത്തെ കൂടെ പരാജയപ്പെടുത്തി അവരിൽ തല മണ്ണിൽ കുത്തേണ്ടവരുടെ മുഴുവനും തല മണ്ണിൽ കുത്തിയതിനു ശേഷം സമ്പത്തും ലഭിക്കുക എന്നത് വല്ലാത്തൊരു സംഗതിയാണല്ലോ. അത് ഒന്നുകൂടെ വലിയ വിജയമാണല്ലോ. അല്ലാഹുവിന്റെ തീരുമാനം അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ നിലക്കും സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയിൽ വിവേചനം നടന്ന വേർതിരിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി അങ്ങ് കാണിച്ചു കൊടുത്ത ആ ദിവസത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ അൻസൽനാ അലാ അബ്ദിനാ യൗമൽ ഫുർഖാനി യൗമൽ തഖൽ ജംആൻ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. യൗമൽ ഫുർഖാനി യൗമൽ തഖൽ ജംആൻ, രണ്ട് സൈന്യങ്ങളും തമ്മിൽ കണ്ടുമുട്ടിയ ഈ ദിവസം, ശത്രു സൈന്യവും മുസ്ലിമീങ്ങളുടെ സൈന്യവും കണ്ടുമുട്ടിയ ദിവസം, അത് യൗമൽ ഫുർഖാൻ, സത്യത്തിൽ
സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയിലുള്ള വേർതിരിവ് പ്രകടമായ ദിവസമാണ് കേട്ടോ. വല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ. അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവൻ തന്നെ. അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ആ സൈന്യത്തെ, സർവായുധ സജ്ജരായ സൈന്യത്തെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തരികയും അവരിൽ നിന്ന് കൊല ചെയ്യപ്പെടേണ്ടവരെ കൊല ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് നൽകുകയും ശേഷം നിങ്ങൾക്ക് ഗനീമത്തിന്റെ സമ്പാദ്യം നിങ്ങൾക്ക് നൽകുകയും ചെയ്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ അവന്റെ വലിയൊരു അനുഗ്രഹമാണ്. പറയാനുണ്ടോ? അന്നേ വരെ ഒന്നുമല്ലാതിരുന്ന, വല്ലാതെ പേടിച്ച് നടന്നിരുന്ന മുസ്ലിമീങ്ങൾ അതോടുകൂടെ എല്ലാ നിലക്കും അവർക്ക് മോചനം ലഭിക്കുകയാണ്. വലഖദ് നസറകുമുല്ലാഹു ബിബദരി വഅൻതും അദില്ലാ. ഓ മുഅ്മിനീങ്ങളെ, ബദറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സഹായിച്ച സഹായം നിങ്ങൾക്ക് ഓർമ്മ വേണം കേട്ടോ. വഅൻതും അദില്ലാ. ആ ദിവസത്തിൽ നിങ്ങൾ വളരെ ദുർബലരായിരുന്നു. ശത്രുക്കളെ പോലെ നിങ്ങൾക്ക് അംഗബലമില്ല, സൈനിക ബലമില്ല, ആയുധ ബലമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല. ആ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഏറ്റെടുത്ത് നിങ്ങൾക്ക് വിജയം നൽകിയവനാണവൻ. അത് നിങ്ങൾക്ക് ഓർമ്മ വേണം കേട്ടോ. ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവിടെ നാം ഒരു കാര്യം ആലോചിക്കേണ്ടതുണ്ട്. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും മുസ്ലിമീങ്ങൾക്കെതിരെ കയ്യേറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുസ്ലിം സമുദായത്തിന് മുഴുവനും വലിയ കാവൽ തരട്ടെ. എവിടെയാണ് നമുക്ക് പഴച്ചു പോയത്? ഇന്ന് ലോകത്ത് 5% മുസ്ലിമീങ്ങളാണ്, 20% മുസ്ലിമീങ്ങളാണ്, അല്ലെങ്കിൽ 20-ലധികം മുസ്ലിമീങ്ങളാണ്. പക്ഷേ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും മുസ്ലിമീങ്ങളെ കൈയിട്ട് വാഴുന്നു. ഒരു സമയം അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബാ, ലോകത്തിന്റെ നാനാഭാഗത്തും അതേ ഒരു തീന്മേശയിൽ ഉന്മേശയിൽ നിറച്ചു വെച്ചിരിക്കുന്ന ഭക്ഷണത്തിലെ തളികയിലേക്ക് ആ മേശയുടെ 4 ഭാഗത്ത് നിന്നും കൈകൾ നീണ്ടി വരുന്നത് പോലെ മുസ്ലിം സമുദായത്തിന്റെ മേൽ 4 ഭാഗത്ത് നിന്നും ശത്രുക്കളുടെ കൈകൾ നീളും കേട്ടോ. അവരെ മുഴുവൻ ശത്രുക്കളെ എല്ലാ നിലക്കും കൈകാര്യം ചെയ്യുന്ന കാലഘട്ടം വരും കേട്ടോ. ഇത് പറയുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, എന്താണ് അതിന്റെ കാരണം? ആ കാലത്ത് മുസ്ലിമീങ്ങളായ ആളുകൾ കുറവാകുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ബൽഹും കസീർ. അല്ല കേട്ടോ, അവർ അധികരിച്ചവരാണ്. പക്ഷേ വലൈസ ഫീഹിം ഈമാൻ. ഈമാൻ ഖൽബിലുള്ളവര് വളരെ കുറവാണല്ലോ. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ നാനാഭാഗത്തുള്ള ശത്രുക്കൾ അവരെ വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്യുകയും ഇസ്ലാമിന് ശത്രുക്കൾ വർദ്ധിക്കുകയും ഇസ്ലാമിനെ പലപ്പോഴും അടിച്ചമർത്താനുള്ള ശ്രമം അവർ നടത്തുകയും ചെയ്യുമല്ലോ. അവിടെയാണ് നമുക്ക് പഴച്ചു പോയത്. ബദരീങ്ങൾ വിജയിച്ചത് അവരുടെ ആയുധബലം കൊണ്ടല്ല, അംഗബലം കൊണ്ടല്ല, അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക ബലം കൊണ്ടല്ല. ഈമാനിന്റെ ബലമാണ് കേട്ടോ, തഖ്വയുടെ ബലമാണ് കേട്ടോ, തവക്കുലിന്റെ ആഴമാണ് കേട്ടോ. അത് നമ്മുടെ സമുദായത്തിന് കൈമോശം വരുമ്പോഴാണ് നമ്മുടെ സമുദായം എല്ലാ നിലക്കും അടിച്ചമർത്തപ്പെട്ടവരായി പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈമാനിക ബലം വർദ്ധിപ്പിച്ചു തരട്ടെ. ഓ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇനി ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല. മഹാന്മാരായ ബദരീങ്ങൾക്ക് വലിയ പോരിശയുണ്ട്. ബദറിൽ വെച്ച് അല്ലാഹുവിന്റെ ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാതെ സന്തോഷിക്കുന്ന ഒരു വേളയുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുന അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്ന രംഗം. എന്താണ് കാരണം?
അല്ലാഹുവിന്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എളാപ്പയാണല്ലോ ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആ ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മോചിപ്പിക്കാൻ നഷ്ടപരിഹാരം നൽകണം, ദിയാ പണം നൽകണം എന്ന് പറഞ്ഞപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. തറക്തനി അസ്അലുൻ നാസ്, നീ എന്നെ ഉപേക്ഷിക്കുകയാണോ മുഹമ്മദേ? ഞാൻ എന്റെ കാര്യത്തിന് വേണ്ടി ജനങ്ങളോട് യാചിക്കേണ്ട രൂപത്തിൽ നീ എന്നെ ഉപേക്ഷിക്കുകയാണോ? എന്റെ കയ്യിലുള്ളത് മുഴുവനും ഞാൻ നിങ്ങൾക്ക് ദിയാ നൽകിയിട്ട് ഞാൻ അവസാനം എന്റെ നാട്ടിൽ പോയി യാചിച്ച് ജീവിക്കണമെന്നാണോ നീ പറയുന്നത്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഅൈനൽ മാലു അല്ലദീ ദഫഅതഹു ലി ഉമ്മിൽ ഫദ്ൽ, അങ്ങയുടെ ഭാര്യയായ ഉമ്മുൽ ഫദ്ലിനെ നിങ്ങൾ ഏൽപ്പിച്ച സമ്പത്ത് എവിടെ? അങ്ങയുടെ ഭാര്യയായ ഉമ്മുൽ ഫദ്ലിനെ നിങ്ങൾ യുദ്ധത്തിന് പോരുന്ന സമയത്ത് കുറച്ച് പണം ഏൽപ്പിച്ചിട്ടില്ലേ? എന്നിട്ട് നിങ്ങൾ പറഞ്ഞില്ലേ വഖുൽത ലഹാ ഇൻ അസബതു ഫഹാദാ, എങ്ങാനും ഈ യുദ്ധത്തിൽ എനിക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ഈ പണം എന്റെ മക്കൾക്കുള്ളതാണ്, ഇത് എന്റെ മക്കൾക്കുള്ളതാണ്, നിന്റെ മക്കൾക്കുള്ളതാണ്, നിന്റെ മക്കൾക്കുള്ള പണമാണിത് എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയായ ഉമ്മുൽ ഫദ്ലിനെ കുറച്ച് പണം ഏൽപ്പിച്ചിട്ടില്ലേ? അപ്പയാണ് ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നത്, ഞാൻ എന്റെ ഭാര്യയുടെ കയ്യിൽ കൊടുത്ത പണത്തെ സംബന്ധിച്ച് ഒരാൾക്കും അറിയൂല. ഇത് മുഹമ്മദ് ഇത് എടുത്ത് പറയണമെങ്കിൽ ഇത് അറിഞ്ഞിട്ടല്ലാതെ പറയാൻ കഴിയുമല്ലോ. ഇത് എങ്ങനെയാണ് അറിയുന്നത്? ദൈവീകമായ ഒരു ശക്തി കൊണ്ടല്ലാതെ ഇത് അറിയാൻ കഴിയൂലല്ലോ. എന്നിട്ടാണ് ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക അബ്ദുഹു വ റസൂലുഹു, അശ്ഹദു അന്നല്ലദീ തഖൂലു ഖദ് ഖാന വമാ അത്ല അലൈഹി ഇല്ലല്ലാഹ്. മുഹമ്മദേ, നീ പോയി പറഞ്ഞ സംഗതിയുണ്ടല്ലോ, ഇത് ഞാനും എന്റെ ഭാര്യയായ ഉമ്മുൽ ഫദ്ലും മാത്രം അറിയുന്ന സംഗതിയാണ് നിങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ കാര്യം നിങ്ങൾക്ക് വ്യക്തമാക്കി തന്നത് അല്ലാഹു അല്ലാതെ മറ്റൊരാളും അത് ചെയ്യാത്ത സംഗതിയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ലെന്ന്, നീ അല്ലാഹുവിന്റെ അടിമയും റസൂലുമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. മഹാന്മാരായ മുഫസ്സിറുകൾ ഇബ്നു കസീർ പറയുന്നുണ്ട്, അല്ലാമ വൈമാവി പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട ഇമാം സ്വാവി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി ഗ്രന്ഥങ്ങളിൽ കാണാം. ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ഓ എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുത്തെ സ്വഹാബത്തിന് വലിയ വിജയം ലഭിച്ച യുദ്ധമായിരുന്നു ബദർ യുദ്ധം. ഞാൻ ചുരുക്കി പറയട്ടെ, ഒന്നാമത് ഈ ബദർ ദിവസത്തിന്റെ ബദറിന്റെ പ്രാധാന്യം, അത് സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയിലുള്ള വിവേചനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴിവാക്കിയ ദിവസമാണ്. യൗമൽ ഫുർഖാൻ, യൗമൽ തഖൽ ജംആൻ. സത്യവും അസത്യത്തിന്റെയും ഇടയിലുള്ള വേർതിരിവ് പ്രകടമായ ദിവസമാണ്. മറ്റൊന്ന്, ബദരീങ്ങൾക്കുള്ള മറ്റൊരു മഹത്വം, അവരുടെ ദോഷങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തിരിക്കുന്നു. എല്ലാവരും കേൾക്കുന്ന, പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ഹദീസ്, ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ബഅസനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനാ വസുബൈർ വൽ മിഖ്ദാദ് ഫഖാല അൻതലിഖു അതാ തഅതു റൗദത ഖാഖ്. ഓ അലിയെ, നിങ്ങൾ മൂന്നാളുകൾ പോകണം,
നിങ്ങളും പോകണം. സുബൈർ റളിയല്ലാഹു അൻഹു, മിഖ്ദാദ് റളിയല്ലാഹു അൻഹു, നിങ്ങൾ മൂന്നാളുകളും പോകണം. മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഖാഫ തോട്ടത്തിലേക്ക് നിങ്ങൾ പോകണം. അവിടെ നിങ്ങൾക്ക് ചെന്നാൽ അവിടെ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണിന്റെ കയ്യിൽ ഒരു കിതാബുണ്ട്. ഒരു എഴുത്തുണ്ട്. അത് നിങ്ങൾ പിടിച്ചിട്ട് കൊണ്ടുവരണം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ പോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു പെണ്ണ് നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് മുമ്പ് പരിചയമുള്ള പെണ്ണാണ്. ആ പെണ്ണിനോട് പറഞ്ഞു, ഓ പെണ്ണേ, നിന്റെ കയ്യിലുള്ള കത്തിങ്ങതാ. കത്തോ? എന്റെ കയ്യിൽ കത്തൂല്ല, ഒരു എഴുത്തൂല്ല. അമ്പടി, നീ ഒരു കള്ളവും പറയേണ്ടതില്ല. നീ എന്താ മനസ്സിലാക്കിയത്? ഞങ്ങൾ ലോകത്തിന്റെ നേതാവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് വരികയാണ്, അവിടുത്തെ നാവിലൂടെ സത്യമല്ലാതെ പുറത്തേക്ക് വരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് അഹ്ലിൽ കിതാബ്, നിന്റെ കയ്യിലുള്ള ആ ഏടിന് തന്നേക്ക്, അല്ലെങ്കിൽ വേണ്ട രൂപത്തിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യും. അപ്പോഴാണ് ആ പെണ്ണ് ആ ഏടെടുത്തിട്ട് ഒരു കത്തെടുത്തിട്ട് ഇവരെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അല്ലാഹുവിന്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വന്നു. അപ്പോഴാണ് മിൻ ഹാതിബ് ഇബ്നു അബീ ബൽതഅ ഇലാ നാസിൻ ബി മക്ക. ഫ്രം ഹാതിബ് ഇബ്നു അബീ ബൽതഅ, ഹാതിബ് റളിയല്ലാഹു അൻഹു, ഹാതിബ് എന്ന സ്വഹാബി അയക്കുന്ന കത്താണിത്. ആരിലേക്കാണിത്? മക്കയിലെ ജനങ്ങളിലേക്ക്. എന്നാ നടക്കുന്നത്? മക്കാ വിജയത്തിന്റെ ആ ഒരു സംഭവം നടക്കുന്നതിന്റെ ഇടയിൽ ആണ് ഈ സംഭവം നടക്കുന്നത്. ബദ്രീഖൊക്കെ വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞിട്ട്. സുബ്ഹാനല്ലാഹ്, മുശ്രിക്കീങ്ങളായ ജനങ്ങളിലേക്കുള്ള കത്താണ്. എന്താണ് സംഭവം? യുഖ്ബിറുഹും ബിബഅദി അംരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ സന്ധിയും കരാറും ലംഘിച്ചതിന്റെ പേരിൽ, ഹുദൈബിയയിലെ കരാർ ലംഘിച്ചതിന്റെ പേരിൽ ഇനി നമുക്ക് മക്കാ വിജയത്തിന് പോകാം. കരാർ ലംഘിച്ചുകൊണ്ട് മക്കാ മുശ്രിക്കുകൾ കരാർ ലംഘനം നടത്തിയില്ലേ? 10 വർഷത്തേക്ക് യുദ്ധമില്ലാൻ കരാർ നടത്തിയിട്ടും അത് ലംഘിച്ചില്ലേ? ഇനി നാം കാത്തു നിൽക്കേണ്ടതില്ല. മക്കയിലേക്ക് പോയി കഅബയെ മോചിപ്പിക്കണം. ഈ തീരുമാനമെടുക്കുമ്പോൾ അതിന്റെ ഏകദേശ വിവരങ്ങൾ മക്കക്കാരെ അറിയിക്കുന്ന കത്താണ് ഇതിലുള്ളത്. യുഖ്ബിറുഹും ബിബഅദി അംരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, യാ ഹാതിബു മാ ഹാദാ. ഹാതിബേ, എന്താ നിങ്ങൾ ഈ ചെയ്തത്? ഇത് വല്ലാത്തൊരു ചെയ്തായി പോയല്ലോ. അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ് ലാ തഅജൽ അലയ്യ. നബിയേ, പെട്ടെന്നൊരു തീരുമാനവും എടുക്കാതെ ഞാൻ പറയുന്നതൊന്ന് കേൾക്കണേ. ഇന്നി കുന്തു അംറൻ മുൽസഖൻ ഫീ ഖുറൈശ് യഖൂലു കുന്തു ഹലീഫാ വലം അകുൻ മിൻ അൻഫുസിഹാ വകാന മൻ മഅക മിനൽ മുഹാജിരീന മൻ ലഹും ഖറാബാതു യഹ്മൂന അഹ്ലിഹിം വഅംവാലഹും. ഓ നബിയേ, അങ്ങയുടെ കൂടെയുള്ള സ്വഹാബത്തുണ്ടല്ലോ, മുഹാജിരീങ്ങളായ സ്വഹാബത്ത്, അവർക്കെല്ലാം മദീനയിൽ മക്കയിൽ ഖലീഫമാരുണ്ട്. ഇവരുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ അവിടെ ആളുകളുണ്ട്. ഇവർക്ക് ഇവരുടെ സമ്പത്ത് സംരക്ഷിക്കാൻ അവിടെ ആളുകളുണ്ട്. ഇവരുടെ കുടുംബങ്ങളുണ്ട്. എന്നാൽ എന്റെ സമ്പത്ത് പരിപാലിക്കാൻ, എന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ എനിക്കവിടെ ആരുമില്ല നബിയേ. അതുകൊണ്ട് എന്റെ സമ്പത്തിന് ഒരു സംരക്ഷണം കിട്ടണം എന്ന നിലയ്ക്ക് ഞാൻ വിവരം അറിയിച്ചതാണ് നബിയേ. അല്ലാതെ ഒരിക്കലും ഇസ്ലാമിനെ ഒറ്റുകൊടുത്തതല്ല. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ദഅനി അദ്രിബുനക ഹാദൽ മുനാഫിഖി യാ റസൂലല്ലാഹ്. നബിയേ, ഇവന്റെ കാര്യം എന്നെ ഏൽപ്പിച്ചേക്ക്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇവന്റെ തലയാനങ്ങ് മുറിച്ച് മാറ്റട്ടെ നബിയേ.
അപ്പയാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഉമറേ നിങ്ങൾ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? വമാ യുദ്രീക ലഅല്ല അല്ലാഹ തആല മൻ ശഹിദ ബദറൻ ഫഖാല അമലൂ മാ ശിഅ്തും ഫഖദ് ഗഫർതു ലക്കും. ഓ ഉമറേ നിങ്ങൾക്കറിയൂലേ, ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത വിഭാഗമാണ് ഉമറേ. അവർക്ക് അല്ലാഹുവിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. യഅ്മലൂ മാ ശിഅ്തും, നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിച്ചോളൂ. ഖദ് ഗഫർതു ലക്കും ഖദ് ഗഫറല്ലാഹു ലക്കും ഖദ് ഗഫർതു ലക്കും, നിങ്ങളുടെ തെറ്റുകൾ മുഴുവനും ഞാൻ പുറത്തു തന്നിരിക്കുന്നു. ബദരീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന വല്ലാത്തൊരു സർട്ടിഫിക്കറ്റാണ്. ഓ മുഅ്മിനീങ്ങളെ, യഅ്മലൂ മാ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നിങ്ങൾ ജീവിച്ചോളൂ. ഇതാരോടാ പറയാം? ഞാൻ എന്റെ കീഴിലുള്ള ഒരാളോട് അതെങ്ങനെ വേണ്ടതെങ്കിൽ അതുപോലെ നീ അത് കൈകാര്യം ചെയ്താൽ മതി എന്ന് ഞാൻ പറയണമെങ്കിൽ അയാളെ എനിക്ക് അത്രയും വിശ്വാസമായിരിക്കണം. എന്റെ കയ്യിലുള്ള പണം മുഴുവനും എന്റെ ഒരു മകനെ അല്ലെങ്കിൽ ഒരു ശിഷ്യനെ ഏൽപ്പിച്ച് അതെന്താ വേണ്ട ചെയ്താ എന്ന് ഞാൻ പറയണമെങ്കിൽ ഇത് ഏൽപ്പിക്കപ്പെടുന്ന ആള് അതിന്റെ സത്യസന്ധതയിൽ മാത്രമേ ഇത് ചെലവഴിക്കൂ എന്നൊരു ഉറപ്പ്, ആ ഒരു ഉറപ്പ് എന്റെ മനസ്സിലുണ്ടാവണം. അപ്പോഴേ ഞാൻ പറയുന്നത് ആ ബദരീങ്ങളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായി അറിയുന്നവനാണ്. ഇവരൊരിക്കലും ദീനിന് എതിര് ചെയ്യൂല, ദീന് വിട്ട് കളിക്കൂല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യഅ്മലൂ മാ ശിഅ്തും ഫഖദ് ഗഫർതു ലക്കും, നിങ്ങൾക്ക് ഞാൻ മുഴുവനും പുറത്തു തന്നിരിക്കുന്നു. ഒരേ ബദരീങ്ങളുടെ മഹത്വം മനസ്സിലാക്കാൻ അത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല സർട്ടിഫിക്കറ്റ് കൊടുത്തവരാണ്. ഓ എന്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നുകൊണ്ടിരിക്കൽ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് മാ തഅദൂന മൻ ശഹിദ ബദറുൻ ബദറൻ മിൻകും, എന്താണ് നബിയേ ബദറിൽ പങ്കെടുത്തവരെ സംബന്ധിച്ച് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അവിടുന്ന് പറഞ്ഞു, മിൻ അഫാദിൽ മുസ്ലിമീൻ ഔ മിൻ ഖിയാരിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ ഇവരെക്കാളും ഉന്നതരായ ഒരു വിഭാഗവുമില്ല. ഏറ്റവും ഉന്നതനായ അമ്പിയാക്കൾക്ക് ശേഷം ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ളവർ ബദരീങ്ങളാണ്. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, വകദാലിക മൻ ശഹിദ ബദറൻ മിനൽ മലായിക. ഓ നബിയേ, മലായികത്തിന്റെ ലോകത്ത് അല്ലാഹുവിന്റെ മലക്കുകളുടെ കൂട്ടത്തിൽ ബദറിൽ പങ്കെടുത്ത മലക്കുകളെക്കാളും സ്ഥാനമുള്ള ഒരു മലക്കുമില്ല. അങ്ങനെ എത്രയെത്ര പോലീസയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങൾക്ക് നൽകിയത്. സുബ്ഹാനല്ലാഹ്. അൻ ജാബിർ അന്ന അബ്ദൽ ഹാതിബ് ഹാതിബ് റളിയല്ലാഹു അൻഹുവിന്റെ അടിമ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ വന്നിട്ട് പറയുന്നു, യസ്കു ഹാതിബൻ, ഹാതിബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പരാതി പറയുകയാണ്. ഫഖാല യാ റസൂലല്ലാഹ് യദ്ഖുലന്ന ഹാതിബുൻ അന്നാ, ഹാതിബ് നരകക്കാരനാണ്, അയാൾ എന്തായാലും നരകത്തിലേക്ക് കടക്കൂ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം കദബത ലാ യദ്ഖുലുന്നഹാ ഫഇന്നഹു ശഹീദ ബദറാ. ഈ പറഞ്ഞത് തെറ്റാണ്, ഈ പറഞ്ഞത് ശരിയല്ല. കാരണം ഹാതിബ് ബദറിൽ പങ്കെടുത്തയാളാണ്, വൽ ഹുദൈബിയയിലും പങ്കെടുത്തയാളാണ്. ഹാതിബ് നരകത്തിൽ കടക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങൾക്ക് കൊടുത്ത പോലീസ. ഇനിയും നിങ്ങൾ കണ്ടോ, ഒരു സമയത്ത് അല്ലാഹുവിന്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക്
ഒരു പെണ്ണ് വരികയാണ്. ഒരു പെണ്ണ് അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ വന്നിട്ട് ഉമ്മു ഹാരിസ അല്ലാഹുവിന്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, യാ നബി അല്ലാഹ് അലാ തുഹദ്ദിസുനി അൻ ഹാരിസ, നബിയെ ഹാരിസയെ സംബന്ധിച്ചൊന്ന് പറഞ്ഞു തരുമോ? വകാന ഖുതില യൗമ ബദറിൻ, ബദറിന്റെ ദിവസത്തെയാണല്ലോ അവിടുന്ന് കൊല ചെയ്യപ്പെട്ടത്, ശഹീദായി പോയത്. അസ്വാബഹു സഹമുൻ ഖുർബുൻ, എവിടുന്നോ അറിയാതെ വന്ന ഒരു അമ്പ് കൊണ്ടിട്ടാണല്ലോ ബഹുമാനപ്പെട്ടവരെ മരിച്ചു പോയത്. ഫഇൻകാന ഫിൽ ജന്ന, ബഹുമാനപ്പെട്ടവര് സ്വർഗത്തിലാണെങ്കിൽ, എന്റെ മകൻ സ്വർഗത്തിലാണെങ്കിൽ, സ്വബർതു, എനിക്ക് യാതൊരു പരാതിയുമില്ല. വഇൻകാന ഗൈറ ദാലിക, എന്റെ മകൻ സ്വർഗാവകാശിയല്ലെങ്കിൽ ഇജ്തഹദ്ദു അലൈഹി ഫിൽ ബുകാഇ, എനിക്കൊന്ന് കരയാനുണ്ട്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യാ ഉമ്മ ഹാരിസ ഇന്നഹാ ജിനാനുൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിലെ തോട്ടങ്ങളിലാണ് കേട്ടോ. വഇന്ന ബിനകി അസ്ഹാബൽ ഫിർദൗസൽ അഅ്ലാ, അത്യുന്നതമായ സ്വർഗ്ഗം നിങ്ങളുടെ മകൻ നേടിയിട്ടുണ്ട് കേട്ടോ. അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിൽ പങ്കെടുത്ത സ്വഹാബത്തിനെ സംബന്ധിച്ച് പറയുന്നത് ഹദീസിൽ കാണാമല്ലോ, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദാകുന്ന എന്റെ ശരീരം ഏതൊരു റബ്ബിന്റെ നിയന്ത്രണത്തിലാണോ അവനെ തന്നെയാണ് സത്യം. ലാ യുഖാതിലുഹുൽ യൗം, ഇന്നേ ദിവസത്തിൽ, ബദറിന്റെ ദിവസം അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി തങ്ങൾ പറയുകയാണ്, ഇന്നേ ദിവസം ഒരാളും ശത്രുക്കളോട് യുദ്ധം ചെയ്യുകയില്ല. സ്വാബിറൻ മുഹ്തസിബൻ ഗൈറ മുദ്ബിൻ, ഒരിക്കലും പിന്തിരിയാതെ കൂലി ആഗ്രഹിച്ചുകൊണ്ട് ഈ യുദ്ധത്തിന്റെ കെടുതികളിൽ ക്ഷമിച്ചുകൊണ്ട് ആരെങ്കിലും ഇന്ന് ശത്രുക്കളോട് യുദ്ധം ചെയ്താൽ ഇല്ലാ അദ്ഖലഹുൽ ജന്ന, അവന് സ്വർഗ്ഗത്തിലെത്താതെയില്ല. അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് ലഭിച്ച മഹാന്മാരാണ് ബദരീങ്ങൾ. ഓ എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ബദരീങ്ങളുടെ ദിവസമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഓർമ്മയുണ്ടാകണേ, നമ്മുടെ നാടുകളിലൊക്കെ ബദരീങ്ങളുടെ ആണ്ട് നടക്കുന്നു, ബദരീങ്ങളുടെ സ്മരണ നടക്കുന്നു. ബദരീങ്ങളുടെ സ്മരണ നിങ്ങൾ നടത്തണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ തന്നെ അതിലേക്ക് സൂചന നൽകുന്ന ആയത്തുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ദിവസം നിങ്ങൾ ഓർക്കണേ, ആ ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു. നിങ്ങൾ ആരുമല്ലാതെ വന്ന സമയത്ത്, കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഓതിയ ആയത്തിൽ, നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ റാഞ്ചി കളയുമെന്ന് നിങ്ങൾ പേടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം നൽകിയത് നിങ്ങൾ ഓർക്കണേ. വദ്കുറൂ, നിങ്ങൾ അത് നല്ലോണം സ്മരിക്കണം, നിങ്ങൾക്കത് ഓർമ്മയുണ്ടാകണം. ആ ബദർ ദിനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകണം. ബദരീങ്ങളെ നാം പറയണം. ബദരീങ്ങളായ സ്വഹാബത്തിനെ പറയുന്നത് ദിക്റു സ്വാലിഹീന കഫാറ, ദിക്റുൽ ഔലിയാഇ ഇബാദ, അമ്പിയാക്കളുടെ പേര് പറയുന്നത് നല്ല ഇബാദത്താണ്. വദിക്റു സ്വാലിഹീന കഫാറ, ബദരീങ്ങളെക്കാളും വലിയ സ്വാലിഹീങ്ങളെ പറയാനുണ്ടോ? ബദരീങ്ങളെ പറയുന്നത് അതുകൊണ്ട് തന്നെ ദോഷം പൊറുപ്പിക്കാനുള്ള കാരണങ്ങളാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സമയം ഒരു വിവാഹം നടക്കുന്ന വീട്ടിലേക്ക് കടന്നു വരികയാണ്. അപ്പോഴാണ് സ്വഹാബത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട പലരും, അവിടെയുള്ള ചെറിയ മക്കളൊക്കെ ഇങ്ങനെ കൂടിയിട്ട് ബദരീങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ പറയുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, അങ്ങോട്ട് കയറി വന്നപ്പോ അവരൊന്ന് മാറ്റി. അല്ലാതെ അതുവരെ ബദരീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിരുന്നവർ, വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗാദി, ഞങ്ങളിൽ ഒരു പ്രവാചകനുണ്ട്, നാളെ നടക്കുന്ന സംഗതികൾ അറിയുന്ന പ്രവാചകനാണ് എന്ന് ബദരീങ്ങളുടെ മദ്ഹ് പറയുന്നത് നിർത്തിയിട്ട് സ്വഹാബത്തിൻ അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബിയുടെ മദ്ഹ് പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ നേരെ
നേരത്തെ പറഞ്ഞിരുന്നത് കേൾക്കാൻ എനിക്കിഷ്ടമാണ്. ബദരീങ്ങളുടെ മദ്ഹ് പറയണേ. ബദരീങ്ങളെ സ്മരിക്കാതെ, ബദരീങ്ങളുടെ സ്മരണ കഴിക്കാതെ എങ്ങനെയാണോ മുഅ്മിനാണെന്ന് പറയാൻ കഴിയ? ഇത് പലരും അതിനെതിരേക്ക് രംഗത്ത് വരുന്ന കാലമാണ്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടന്നുപോയി സംസാരിക്കുന്നില്ല. ബദരീങ്ങളെ കൊണ്ട് സഹായം ലഭിച്ചത് എത്രയാണ്! സുബ്ഹാനല്ലാഹ്. ബദർ മൗലിദിൽ തന്നെ പറയുന്നില്ലേ, ബദർ മൗലിദിൽ തന്നെ വളപ്പിൽ ഉസ്താദ് നമ്മൾ പഠിപ്പിക്കുന്നില്ലേ? സുബ്ഹാനല്ലാഹ്. ഒരു മനുഷ്യൻ ഹജ്ജിന് പോവുകയാണ്. ഹജ്ജിന് പോകുന്ന സമയത്ത് തന്റെ വീട്ടിൽ കാവലിന് വേണ്ടി വെക്കുന്നത് ബദരീങ്ങളുടെ പേരെഴുതി വെച്ചിരിക്കുന്നു. എന്ന ആയത്ത് എഴുതി വെച്ചിരിക്കുന്നു. ഈ മനുഷ്യൻ ഹജ്ജിന് പോയി. ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കവർച്ചക്കാര് വരികയാണ്, കള്ളന്മാര് വരികയാണ്. സുബ്ഹാനല്ലാഹ്. വീട്ടിലുള്ളത് മുഴുവനും എടുക്കാൻ വേണ്ടി വന്ന് നോക്കുമ്പോ വീടിന്റെ ഉള്ളിൽ നിന്ന് ആയുധങ്ങൾ, വാളുകൾ പരസ്പരം കൂട്ടിമുട്ടുന്ന ശബ്ദം കേൾക്കുന്നു. വാളും പരിചയവും കൂട്ടിമുട്ടുന്ന ശബ്ദം കേൾക്കുന്നു. ആയുധങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദം കേൾക്കുന്നു. വന്ന കള്ളന്മാർ തിരിച്ചുപോയി. രണ്ടാമത്തെ ദിവസവും വന്ന് നോക്കി, അന്നും ശബ്ദം കേൾക്കുന്നു. മൂന്നാമത്തെ ദിവസവും വന്ന് നോക്കിയപ്പോ വീണ്ടും ശബ്ദം കേൾക്കുന്നു. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അവിടെ ഈ മനുഷ്യൻ തിരിച്ചു വന്നപ്പോ ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എന്താണ് ചെയ്തത്? അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, ഞാനൊന്നും ചെയ്തിട്ടില്ല. ബദരീങ്ങളുടെ പേരെഴുതിയിട്ട് ഞാൻ എന്റെ വീട്ടിൽ വെച്ചിരുന്നു. അതേപോലെ എന്ന ആയത്തും ഞാൻ എഴുതി വെച്ചിരുന്നു. ഇതല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടല്ലേ സംരക്ഷണം കിട്ടിയത്. വേറെയും കിസ്സ പറയുന്നുണ്ടല്ലോ ബദർ മൗലിദില്. ഒരു വലിയ കവർച്ച സംഘമുള്ള ഒരു ഏരിയയിലൂടെ ഒരു കച്ചവടക്കാരൻ പോവുകയാണ്. ആ മാർഗത്തിലൂടെ പോയ ഒരാളും രക്ഷപ്പെട്ടിട്ടില്ല. ഒരാളും രക്ഷപ്പെട്ടിട്ടില്ല. ആ വഴിക്ക് യാത്ര ചെയ്തിട്ടുണ്ടോ? അവന്റെ കയ്യിലുള്ളതൊക്കെ കവർച്ചക്കാര് കവർച്ച ചെയ്തിട്ടല്ലാതെ ഒരാളെയും ജീവനോടെ വിട്ടിട്ടില്ല. അപ്പോഴാണ് ഈ മനുഷ്യൻ ആ കവർച്ച സംഘങ്ങളുള്ള ആ ഭാഗവും കഴിഞ്ഞ് അടുത്ത നാട്ടിലേക്ക് പ്രവേശിച്ചപ്പോ അവിടെയുള്ള ആൾക്കാർ ചോദിക്കുന്നു, നിങ്ങൾ എങ്ങനെയാ രക്ഷപ്പെട്ടത്? അപ്പൊ പറയുന്നു, എന്റെ കൂടെ ഒരു സൈന്യം ഉണ്ടായിരുന്നു. ഏതാണ് ആ സൈന്യമെന്നോ? ബദരീങ്ങൾ എന്ന സൈന്യം ഉണ്ടായിരുന്നു. ആ ബദരീങ്ങളെയും തവസ്സുലാക്കി അവരെയും കൊണ്ടാണ് ഞാൻ ഈ കാട്ടിലൂടെ ഞാൻ കടന്നു വന്നത്. അവിടെയുള്ള പിടിമൃഗങ്ങളോ അവിടെയുള്ള കവർച്ചക്കാരോ അതുകൊണ്ട് തന്നെ എന്നെ ഉപദ്രവിച്ചില്ല. അങ്ങനെ എത്രയെത്ര സംഭവം ബദർ മൗലിദിൽ തന്നെ പറയുന്നുണ്ട് സംഭവങ്ങൾ. ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിനെ ഉദ്ധരിച്ചുകൊണ്ട് ശത്രുക്കൾ പിടിച്ചു വെച്ച ഒരു ചെറുപ്പക്കാരനെ അസ്മാഉൽ ബദർ കൊണ്ട് രക്ഷിച്ച കിസ്സ പറയുന്നുണ്ട്. അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ അസാതിരത്ത് മുഴുവനും നമ്മുടെ നേതാക്കൾ മുഴുവനും സുബ്ഹാനല്ലാഹ് അസ്മാഉൽ ബദർ അല്ലേ മുറുകെ പിടിക്കുന്നത്. അതുകൊണ്ടല്ലേ രക്ഷപ്പെടുന്നത്. ബഹുമാനപ്പെട്ട ശൈഖുനാ ബദറുസ് സാദാത്ത് ഉസ്താദ് അവറുകൾ ഏത് സമയത്തും അവിടുന്ന് മുറുകെ പിടിക്കുന്നത് അസ്മാഉൽ ബദറാണ്, ബദരീങ്ങളെയാണ്. ഇതിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഉസ്താദ് മക്കളെ വിളിച്ചു വരുത്തും, അസ്മാഉൽ ബദർ ചൊല്ലാൻ പറയും. അതിലൂടെ വിജയം നേടുന്നു. എന്ത് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും അസ്മാഉൽ ബദറിലൂടെ സുബ്ഹാനല്ലാഹ് സംരക്ഷണം നേടുന്നു. അതിലൂടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നു. അഭിവന്ദ്യരായ ശൈഖുനാ ബദറുസ് സാദാത്ത് ഉസ്താദ് അവർകൾ എത്ര തവണ ഞങ്ങളോടത് പറഞ്ഞിട്ടുണ്ട്. ബദരീങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കണേ. അവിടുത്തെ സഹോദരനായ ബഹുമാനപ്പെട്ട സയ്യിദ് ശിഹാബുദ്ദീൻ അൽ ബുഖാരി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആസാതിദത്തിന് ആഫിയത്തോടെയുള്ള ദീർഘായുസ്സ് നൽകട്ടെ. എല്ലാ വെള്ളിയാഴ്ചയും സുബഹിയുടെ ശേഷം അവിടെ അസ്മാഉൽ ബദറിന്റെ മജ്ലിസ് നടക്കുന്നു.
ബഹുമാനപ്പെട്ട മഹാന്മാർ എത്രയാണ് ബദരീങ്ങളുടെ മദ്ഹ് പറഞ്ഞുകൊണ്ട് അവരുടെ തവസ്സുൽ ബൈത്ത് ചൊല്ലിക്കൊണ്ട് നമുക്ക് പാടിത്തന്നത്. ബഹുമാനപ്പെട്ട സാലിയാത്തി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ അസ്മാഉൽ ബദർ ചൊല്ലിക്കൊണ്ട് നമുക്ക് തവസ്സുൽ ബൈത്ത് കൈമാറി തന്നില്ലേ? അസ്മാഉൽ ബദറിന്റെ ബൈത്ത് നമുക്ക് കൈമാറി തന്നില്ലേ? ബഹുമാനപ്പെട്ട ഈ അടുത്ത കാലത്ത് വരെ ജീവിച്ച ബഹുമാനപ്പെട്ട തിരൂരങ്ങാടി ബാപ്പു ഉസ്താദിനെ അല്ലാഹു മർഖദ അവിടുന്ന് നമുക്ക് വളരെ ഭംഗിയായി ബദരീങ്ങളെ സംബന്ധിച്ചുള്ള ബൈത്ത് ചൊല്ലി തന്നില്ലേ? ഞാൻ തുടക്കത്തിൽ ചൊല്ലിയ വരികൾ നദഉകുമു യാ അഹ്ല ബദരിൻ ഇന്നനാ ഫീമാ തറൗന മിനൽ മശഖ്ഖതി വൽ അനാ ലാ സിയമ ദൈനൽ മുദന്നിസ ഇർദനാ ഫർസൂലനാ വസ്തഗ്ഫിർ റളിയല്ലാഹു അൻഹും വഖല്ലിസ്നാ ബിഹിം യാ ബഹുമാനപ്പെട്ട തിരുരങ്ങാടി ഉസ്താദ് നമ്മൾ പഠിപ്പിക്കുകയാണ്. ബദരീങ്ങളെ തവസ്സുലാക്കിക്കൊണ്ട് നിങ്ങൾ ചൊല്ലുന്ന ബൈത്തുകൾ അതിലൊന്നും നിങ്ങൾക്ക് പരാജയം ലഭിക്കൂല. മഹാന്മാരൊക്കെ നേട്ടം കൈവരിച്ചത് വഖാല മുജറബുൻ. നാം അസ്മാഉൽ ബദർ ചൊല്ലുമ്പോൾ തന്നെ അതിന്റെ മുമ്പ് പറയുന്നില്ലേ? അസ്മാഉൽ ബദർ അത് ചൊല്ലിക്കൊണ്ടുള്ള ചൊല്ലിയിട്ടല്ലാതെ ഒരാളും വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്തിയിട്ടില്ല. അത് ചൊല്ലിക്കൊണ്ട് ഉദ്ദേശിക്കുന്ന ഏത് ഉദ്ദേശവും നിറവേറാതെ പോയിട്ടില്ല. അത് അനുഭവബോധ്യമാണ്, അത് അനുഭവിച്ചറിഞ്ഞ അറിവാണ്. ബഹുമാനപ്പെട്ട ബദർ സാദാത്ത് ഉസ്താദ് അവർകൾ അവിടുന്ന് എല്ലാ സമയത്തും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇത് പറയാറുണ്ട്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇത് മക്കളെ കൊണ്ട് വിളിപ്പിച്ചിട്ട് അസ്മാഉൽ ബദർ ചൊല്ലിക്കാറുണ്ട്. അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നേടാറുണ്ട്. അല്ലാഹു നമ്മുടെ അസാതിദത്തിന് ആഫിയത്തോടെയുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അർഹമുർ റഹീമായ അല്ലാഹ്, ഞങ്ങൾ ബദരീങ്ങളെ പറയുന്നു, അല്ലാഹുവേ ബദരീങ്ങളുടെ മദദ് ലഭിക്കുന്നവരിൽ സാധുക്കളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റബ്ബേ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഈ മഹത്തായ സ്ഥാപനങ്ങളിലേക്ക് വലിയ സംഭാവനകൾ നൽകിയവരുണ്ട് റബ്ബേ, അത് ഏറ്റെടുത്തവരുണ്ട്. എല്ലാവർക്കും നീ ഖൈർ നൽകണേ റബ്ബാനേ. റബ്ബേ, ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ കാര്യം പറഞ്ഞ് ചോദിച്ചപ്പോ റബ്ബേ അതിലേക്ക് യാതൊരു മടിയും കൂടാതെ നൽകാമെന്നേറ്റവും അല്ലാഹ്, എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നാം ചെറിയ രൂപത്തിൽ ദുആ ചെയ്ത് പിരിയുകയാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും കബൂലാക്കി തരുമാറാകട്ടെ. എൻ്റെ ഉമ്മ നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തിലേക്ക് 2000 രൂപ നൽകിയിട്ടുണ്ട്. അല്ലാഹുവേ, ഉമ്മാക്ക് ആഫിയത്തോടെയുള്ള ദീർഘായുസ്സ് നൽകണേ റഹ്മാനെ. ആഫിയത്തോടെയുള്ള ദീർഘായുസ്സ് നൽകണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങൾക്ക് തണലായി ദീർഘകാലം ഞങ്ങളുടെ ഉമ്മയെ നീ നിലനിർത്തി തരണേ അല്ലാഹ്. ആഫിയത്തോടെ തഖ്വയോടെ നിലനിർത്തി തരണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീനിന്റെ ഖിദ്മത്തിലായി ദീർഘായുസ്സ് നൽകണേ റഹ്മാനെ. അബ്ദുറഹ്മാൻ ഹസനി എന്ന് പറയുന്ന സഹോദരൻ നമ്മോട് നമ്മുടെ ഉപ്പാന്റെ ദർസിൽ പഠിച്ച അവിടുത്തെ ശിഷ്യൻ കൂടെയാണ്. എപ്പോഴും നമ്മെ സഹായിക്കാറുണ്ട്. നമ്മുടെ സ്ഥാപനത്തിലേക്ക് വലിയ സംഖ്യ ഏറ്റെടുത്തിട്ടുണ്ട്. അതേപോലെ എൻ്റെ നാട്ടിൽ തന്നെയുള്ള അലവി എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒറ്റകത്തിൽ അലവി സഹായം ഏറ്റിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ അബ്ദുൽ ഹഖ് സഹായം ഏറ്റിട്ടുണ്ട്. അതേപോലെ എൻ്റെ കുടുംബത്തിൽപ്പെട്ട മുഹമ്മദ് കെ എന്ന് പറയുന്ന കിടങ്ങയം, അതേപോലെ മൂസ സി കെ പന്തല്ലൂർ, അവരൊക്കെ സഹായം ഏറ്റിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഫദൽ നുസ്രി അൽ അഹ്സനി കാമിൽ സഖാഫി, അദ്ദേഹം സഹായം ഏറ്റിട്ടുണ്ട്. എൻ്റെ സുഹൃത്ത് അബ്ദുൽ ഹക്കീം ഓട്ടി കിഴക്കുംപറമ്പ്, അദ്ദേഹവും സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. ഹബീബുർ റഹ്മാൻ ഹാഷിമി, അദ്ദേഹവും നമ്മെ സഹായിച്ചിട്ടുണ്ട്. അതേപോലെ അൽതാഫ് പൊന്നാനി, റിദ്വാൻ കണ്ണൂർ, അബ്ദുറഹ്മാൻ കിടങ്ങയും അദ്ദേഹം എൻ്റെ ഉപ്പാൻ്റെ അടുത്ത് ഓതിയിട്ടുണ്ട്. കുഞ്ഞായി മുസ്ലിയ, നമ്മുടെ മിഥിലാജിൻ്റെ പിതാവാണ്, അദ്ദേഹവും ഏറ്റിട്ടുണ്ട്. അതേപോലെ എൻ്റെ കുടുംബത്തിൽ തന്നെ പെട്ട അബ്ദുൾ റസാഖ്, അദ്ദേഹത്തിൻ്റെ ഉമ്മ വളരെ പ്രയാസമായി നാം ഇന്നലെയും മറ്റൊക്കെ പറഞ്ഞിരുന്ന അത് അവരെ സംബന്ധിച്ചായിരുന്നു. അവര് വളരെ പ്രയാസപ്പെട്ട് പ്രായമുണ്ട്, രോഗമുണ്ട്, ഇപ്പോൾ പ്രയാസമായി ഹോസ്പിറ്റലിലാണ്. അല്ലാഹുവേ, ആജിലായ ശിഫ നൽകണേ അല്ലാഹ്, ആജിലായ ശിഫ നൽകണേ അല്ലാഹ്, ആജിലായ ശിഫ നൽകണേ അല്ലാഹ്.
അതേപോലെ നമ്മുടെ നാട്ടിലുള്ള ഒരു സുഹൃത്ത് സൽമാൻ, അദ്ദേഹവും സഹായിക്കാൻ എഴുതിയിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. മുഹമ്മദ് റാഫി എൻ്റെ സുഹൃത്താണ്. അതേപോലെ മുഹമ്മദ് ജാഫർ പി കെ, അദ്ദേഹവും എൻ്റെ സുഹൃത്താണ്. അങ്ങനെ മൂസ ഷാക്കിർ കിടങ്ങയും അദ്ദേഹവും നമ്മുടെ ദർസിന് മുമ്പുണ്ടായിരുന്ന ഹുദൈഫ, അതേപോലെ നമ്മുടെ വളരെ വേണ്ടപ്പെട്ട നമ്മുടെ ഉപ്പയുമായി വളരെ ബന്ധമുണ്ടായിരുന്ന ഒരു സഹോദരൻ, നമ്മുടെ പള്ളിയുടെ തൊട്ടടുത്ത താമസിക്കുന്ന ഒരു സഹോദരന്റെ മകൻ നമുക്ക് വലിയ ഒരു സംഖ്യ നൽകി. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ഉപ്പ കുറഞ്ഞ കാലങ്ങൾക്ക് മുമ്പ് വിട പറഞ്ഞു പോയി. ആ ഉപ്പയുടെ ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാഹ്, റാഹത്തിലാക്കണേ റഹ്മാനെ, റാഹത്തിലാക്കണേ അല്ലാഹ്. അതേപോലെ ഞാനുമായി ഒരൊറ്റ തവണ മാത്രം കണ്ടു ബന്ധമുള്ള, പലപ്പോഴും വാട്സപ്പിലും മറ്റൊക്കെ സംസാരിക്കുന്ന റംഷിദ് എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹം ഷിപ്പിലാണ് ജോലി ചെയ്യുന്നത്. അല്ലാഹുവേ, അദ്ദേഹത്തിന് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അദ്ദേഹവും വലിയ ഒരു സംഖ്യ ഈ മഹത്തായ സ്ഥാപനത്തിലേക്ക് ഏറ്റെടുത്ത് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതേപോലെ അബ്ദുൽ ലത്തീഫ് ഒറ്റകത്ത് കിഴക്കുംപറമ്പ്, അതേപോലെ ഖദീജ എന്ന് പറയുന്ന ഒരു സഹോദരി എൻ്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തിയാണ്, എൻ്റെ മൂത്തമ്മയാണ്. അല്ലാഹുവേ, അവർക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്, ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. നമ്മുടെ അഫ്ലഹിൻ്റെ ഉപ്പ അമീർ അലി, അദ്ദേഹവും ഏറ്റെടുത്തിട്ടുണ്ട്. എപ്പോഴും നമ്മെ സഹായിക്കുന്ന സഹോദരനാണ് ഖാലിദ് തിരുവേഗപ്പുറ, അദ്ദേഹവും നല്ലൊരു സംഖ്യ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുവേ, അദ്ദേഹത്തിന് നീ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉമ്മ, പ്രായമായ ഉമ്മ, ഞാൻ പലപ്പോഴും ഇപ്പോൾ അദ്ദേഹം ലീവിലുണ്ടായിരുന്ന സമയത്ത് 3-4 തവണ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. എപ്പോൾ ചെന്നാലും നല്ല സൽക്കരിച്ച്, എപ്പോൾ വല്ലാതെ സ്നേഹിക്കുന്ന, ഉപ്പാന്റെ ദർസിൽ പഠിച്ചിരുന്ന അയാളാണ്. അല്ലാഹുവേ, അദ്ദേഹത്തിന് നീ അദ്ദേഹത്തിന്റെ ഉമ്മാക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ അദ്ദേഹത്തിന്റെ ഉപ്പയും ജ്യേഷ്ഠനും ആ ഖബറുകൾ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ ജോലിയിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഇപ്പൊ ചെറിയ കടങ്ങളൊക്കെ ഉണ്ട്, നീ റാഹത്താക്കി കൊടുക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിക്കണേ അല്ലാഹ്. യാതൊരു രോഗത്തിന്റെ പ്രയാസവും അദ്ദേഹത്തിന് നീ നൽകല്ല റഹ്മാനേ അല്ലാഹ്. പൂർണ്ണമായും നീ സലാമത്താക്കണേ അല്ലാഹ്. അതേപോലെ എൻ്റെ കുടുംബത്തിൽപ്പെട്ട പലരും നീ അതിലേക്ക് നൽകാമെന്ന് ഏറ്റവരുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ, നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ബദരീങ്ങളുടെ മദദ് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ അല്ലാഹ്. ബദരീങ്ങളെ കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും നീ സലാമത്താക്കണേ റഹ്മാനേ. ഈ പറയപ്പെട്ടവർക്കെല്ലാം വേണ്ടി ഇൻഷാ അല്ലാഹ് ഇനിയും നമ്മൾ ദുആ ചെയ്യും. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആയുമായ നമ്മുടെ ബദർ മൗലിദിന്റെ മജ്ലിസിൽ വെച്ച് അല്ലാതെയും ഒക്കെ നമ്മൾ ദുആ ചെയ്യും. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആരെല്ലാം നമ്മുടെ ഈ സംരംഭത്തിന് സഹായിക്കുന്നുവോ എല്ലാവർക്കും നീ നിന്റെ ഹബീബായ മുത്തുനബിയോടൊത്ത് ബദരീങ്ങളോടൊത്ത് സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനേ. റബ്ബേ, ഞങ്ങൾ സാധുക്കളാണ്, അറിവ് വളരെ കുറഞ്ഞവരാണ്, തഖ്വ തീരെ ഇല്ലാത്തവരാണ്, അമലുകൾ തീരെ ഇല്ലാത്തവരാണ്. റബ്ബേ, ചെയ്യുന്ന അമലുകളിൽ ഒന്നുപോലും നീ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് പോലും പ്രതീക്ഷിക്കാൻ വകുപ്പില്ലാതെ ഒരൊറ്റ വക്കത്ത് പോലും, ഒരൊറ്റ റക്അത്ത് പോലും ദുനിയാവിന്റെ ചിന്ത കൂടാതെ നിസ്കരിക്കാൻ കഴിയാത്ത പാപികളായ ഞങ്ങളെ ബദരീങ്ങളെ പറഞ്ഞതിന്റെ ബർക്കത്ത് കൊണ്ടെങ്കിലും അല്ലാഹ് നരകത്തിനെ തൊട്ട് കാക്കണേ റഹ്മാനേ, നരകത്തിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് പറയപ്പെട്ട എല്ലാവർക്കും ഹുസ്നുൽ ഖാത്തിമ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. മുത്തുനബിയോടൊത്ത് സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടി റബ്ബായ നിന്നെ കാണാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിക്കണേ അല്ലാഹ്. രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. കടമുള്ളവർക്ക് സലാമത്ത് നൽകണേ അല്ലാഹ്. വരുമാനങ്ങളിൽ, വീടുകളിൽ, കുടുംബങ്ങളിൽ ഒക്കെ ബറക്കത്ത് നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ മക്കളുടെ പരീക്ഷകൾ ഉന്നത വിജയം നൽകണേ അല്ലാഹ്. എല്ലാം നീ റാഹത്താക്കണേ റഹ്മാനേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. എൻ്റെ കുടുംബത്തിൽപ്പെട്ട എൻ്റെ ഒരു സഹോദരിയായിട്ട് അവരുടെ മകനാണ് റയീസ് വെട്ടിക്കാട്ടി. അദ്ദേഹവും നമ്മുടെ ഈ സംരംഭത്തിലേക്ക് സഹായിക്കാൻ വേണ്ടി ഏറ്റിട്ടുണ്ട്. അല്ലാഹുവേ, അദ്ദേഹത്തിനും ഞങ്ങൾ ചോദിച്ച് എല്ലാ ഖൈറും നൽകണേ അല്ലാഹ്. അവരുടെ വല്യാപ്പ നമ്മളൊക്കെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരു മഹനീയ വ്യക്തിത്വമായിരുന്നു. ചെറുപ്പം മുതലേ അവരുടെ വീട്ടിൽ ഞാൻ പലപ്പോഴും പോയിട്ടുണ്ട്. അവർ നമ്മുടെ നാട്ടിലൊക്കെ വന്നാലും വല്ലാതെ സ്നേഹിക്കുന്ന, വല്ലാതെ ഇഷ്ടപ്പെടുന്നവരായിരുന്നു. അവരുടെ വാപ്പ ചെറിയാപ്പു എന്ന് പറയുന്ന അവരും നമ്മയൊക്കെ വല്ലാതെ സ്നേഹിക്കുന്നവരാണ്. അല്ലാഹുവേ, അവർക്കൊക്കെ നീ റാഹത്ത് നൽകണേ അല്ലാഹ്. അവരുടെ ഏർപ്പാടുകളൊക്കെ ബറക്കത്ത് നൽകണേ അല്ലാഹ്. എല്ലാവിധ അഭിവൃദ്ധിയും നൽകണേ റഹ്മാനേ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അവര് അദ്ദേഹത്തിൻ്റെ ഉമ്മ, അതേപോലെ അദ്ദേഹത്തിൻ്റെ വല്യുമ്മ ഇങ്ങനെ തുടങ്ങി കുറച്ചാളുകൾ ഉംറയ്ക്ക് പോകാൻ നിൽക്കുന്നുണ്ട്. ആ ഉംറയും നീ കബൂലാക്കണേ അല്ലാഹ്. ആ ഉംറ നീ കബൂലാക്കണേ അല്ലാഹ്. ആ ഉംറ വളരെ റാഹത്തോട് കൂടെ നിർവഹിച്ച് തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم برحمتك يا ارحم الراحمين.